നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഏറെ പരിചിതമായൊരു മുഖം, മിനി സ്ക്രീനിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് വലിയ സ്ക്രീനിലേക്ക് പ്രയാണം ചെയ്യുന്ന ആ കലാകാരിയെ മറ്റാരുമല്ല ആശാ ശരത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആശ, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമസ്കാരം. താങ്ക് യു. വൈകി ഓടുന്ന കേരള എക്സ്പ്രസ് ആണ് ആശാ ശരത്ത് എന്ന് ചില ആൾക്കാർ പറയുന്നത്. എന്നുവെച്ചാൽ നേരത്തെ ഓടേണ്ടിയിരുന്നു. ലേറ്റ് ആയി പോയല്ലോ. ലേറ്റ് ആയി പോയോ? അന്ന് ബസ് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ കിട്ടിയപ്പോൾ കയറിയില്ല. ആശയുടെ ഒരു തട്ടകം നൃത്തമാണ്. അപ്പൂപ്പൻ, അമ്മൂമ്മ, കുടുംബം നൽകിയിട്ടുള്ള ഒരു വരദാനമാണ്, അല്ലെങ്കിൽ പാരമ്പര്യം, DNA, പെഡിഗ്രി, 10 ഗുണം 10 ഗുണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇന്ന് നർത്തകിയുടെ അപ്പുറത്തേക്ക് ആശ പോയി കഴിഞ്ഞു. ഒരുപക്ഷെ നർത്തകി എന്നുള്ള ആശയ്ക്കാണോ സംതൃപ്തി, അഭിനേത്രി എന്നുള്ള ആശയ്ക്കാണോ സംതൃപ്തി? എപ്പോഴും എനിക്ക് ഇതുവരെയുള്ള കാര്യങ്ങളാണ് പറയാൻ പറ്റുക. നൃത്തം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളത്. കമലതളത്തിൽ മോനിഷ അഭിനയിച്ച ആ റോളിലേക്ക് ആശയെ ക്ഷണിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോള്, അത് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഒരു വിഷമം എപ്പോഴെങ്കിലും മനസ്സിനെ വേട്ടയാടുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ആ സമയത്ത് സങ്കടം തോന്നിയിരുന്നു. ചെയ്യാമായിരുന്നു, ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പം അങ്ങനെ ഒരു വേദനിച്ചതിന് അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, ഒരുപക്ഷെ ഞാൻ അന്ന് അഭിനയിച്ചു, കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചു, പിന്നീട് വിവാഹം കഴിച്ചു, പിന്നീട് ഒരു തിരിച്ചുവരവ്, അങ്ങനെയെല്ലാം നമുക്ക് കുറച്ച് കാലങ്ങൾ മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇനിയുള്ള ജീവിതം, ഭർത്താവ്, മക്കൾ, ഒരുവിധം സെറ്റിൽഡാണ് ഞാൻ. സോ ഇനി അങ്ങോട്ട് അഭിനയിച്ചു തുടങ്ങിയാൽ, ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, അഭിനയിക്കാൻ ഇപ്പോൾ കിട്ടിയ ഭാഗ്യം ഒരു മഹാഭാഗ്യമാണ്. ഇനി അങ്ങോട്ട് വയസ്സാവുന്നവരെ ഒരു 90-95 വയസ്സ് വരെ അഭിനയിക്കാമല്ലോ. അപ്പൊ തിരിച്ചു വരവെന്ന് പറയില്ലല്ലോ. ചെറിയ അഹങ്കാരമൊന്നല്ല ആശയ്ക്കുള്ളത്, ആഗ്രഹമാണ്, അഹങ്കാരമല്ല. 95. പക്ഷേ ആശ ഈ പറഞ്ഞ കമലതളം വിട്ടിട്ടും വേറൊരു പടവും ആശയെ വിടാതെ പിടികൂടിയിരുന്നു, കാബൂളിവാള. കമലതളത്തിൽ നിന്ന് തുടങ്ങാം. കമലതളത്തിൽ ഓപ്പർച്യൂണിറ്റി വേണ്ടാന്ന് വെച്ച സമയത്ത് വലിയ സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ എന്നും അച്ഛനോടും അമ്മോടും കരയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അച്ഛനായിരുന്നോ അതിനകത്ത് വാശി പിടിച്ച, അമ്മയായിരുന്നോ വാശി പിടിച്ചത്? അങ്ങനെ പറയാൻ പറ്റില്ല. അവരുടെ സംയുക്തമായിട്ട് വാശി പിടിച്ചു. അച്ഛനും അമ്മയും എനിക്ക് 2 ചേട്ടന്മാരുമാണ്. 4 പേരും കൂടി ഒരു കൂടാതെ അവരൊരു അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നല്ല പറഞ്ഞത്. അവരതിൻ്റെ ഒരു ഭാവിയിലെ ഒരു കാര്യം, അവരുടെ മനസ്സിലെ മകൾ എന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ്. സിനിമയിൽ പോയാൽ ആശ അല്ലെങ്കിൽ മകള് വഴിതെറ്റി പോകുന്നു വിചാരിച്ചു? അങ്ങനെ വിചാരിച്ചിട്ടല്ല. പക്ഷെ അങ്ങനെ വിചാരിക്കാൻ അവർക്ക് ഒരു സാധ്യതയില്ല. അമ്മയും കലാരംഗത്താണ്. പക്ഷെ എങ്കിൽ പോലും ആ കലാരംഗം എന്ന് പറയുന്നത് വേറെയാണ്. ഇപ്പം പിന്നെ കലാമണ്ഡലത്തിലൊക്കെ പഠിച്ച ആ രീതി വേറൊരു ഒരു എന്താ പറയുക ട്രെയിനിലാണ്. സിനിമ എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. ഗ്ലാമറിന്റെയും പളപ്പ്, മിനിപ്പ്, അതൊക്കെ അറിയാലോ ആശയ്ക്ക്. അതെല്ലാം ഇനി മകളിനി സിനിമയിൽ അഭിനയിച്ച് ഇനി വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കാം, ഒരു അമ്മയുടെ അച്ഛൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചിട്ടായിരിക്കാം അന്നത് വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ, പത്മജ ടീച്ചറുണ്ട്. എൻ്റെ മാമായിരുന്നു. ടീച്ചറാണ് പിന്നെ എന്നോട് ഒരിക്കൽ പറഞ്ഞത്, ടീച്ചറിൻ്റെ ഒരു അങ്കിള് ജാതക കഥകൾ, വിശ്വംഭരൻ അങ്കിൾ, ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ദൂരദർശന് വേണ്ടിയിട്ട് ഒരു ടെലിഫിലിം ചെയ്യാൻ പോവാണ്, കുറച്ച് കഥകൾ എടുത്തിട്ട്. അതിൽ ഒരു കഥാപാത്രമാവാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അന്ന് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് ഓടി അമ്മയോടും അച്ഛനോടും ചോദിച്ചു. എന്നോട് എൻ്റെ ടീച്ചർ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ചെയ്തോട്ടെ, 2-3 ദിവസത്തെ കാര്യമുള്ളൂ, ടീച്ചർ ഉണ്ടാവും എൻ്റെ കൂടെ, അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പം അച്ഛനും അമ്മയും പറഞ്ഞു, അങ്ങനെ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൂരദർശനാണ്, തീർച്ചയായിട്ടും നീ ചെയ്തോളൂ എന്ന് അച്ഛനും അമ്മയുടെ അനുവാദം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യം സ്ക്രീൻ ഫേസ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ പെൺകുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞ് വീണ്ടും കുറച്ചു കാലമൊക്കെ അതിൻ്റെതായ ലഹരി തുടിപ്പിൽ നിന്ന ശേഷമാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആശയെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും കെട്ടിച്ചു വിട്ടു. ഒരു പക്ഷേ കോളേജ് ജീവിതത്തിൻ്റെ ആ ഒരു ആഹ്ലാദവും ആ സന്തോഷവും ആരവും ഒന്നും പരിപൂർണമായിട്ട് സാംശീകരിക്കാൻ പോലുള്ള സമയം, സാവകാശം ആശ കിട്ടിയില്ല. 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ എനിക്കൊന്ന് വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടാകും. അതെ, നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ തലമുറയിലെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ചുറ്റിക്കൊളിക്കൊന്നും അവസരം കിട്ടാതെ ആശയെ പിടിച്ചു. പക്ഷെ ഞാൻ എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം ശരത്തുമായി നന്നായി ചുറ്റി കളിച്ചിട്ടുണ്ട്. 1 വർഷം ഞങ്ങൾ കണ്ടിട്ടില്ല, കാണാതെയായിരുന്നു ഞങ്ങൾ. കല്യാണത്തിന് ജസ്റ്റ് മുന്നേ കണ്ടു. ശരത്തിനെ നമുക്കൂടെ കൊണ്ടുവരേണ്ട സമയമായിരിക്കും. ഹായ് ആഷ്, നമ്മുടെ ഈ കല്യാണവും റൊമാൻസും
ഇതെല്ലാം ഇറ്റ് ഹാസ് ബീൻ എ ഫെയറി ടെയിൽ റൊമാൻസ്. അങ്ങനെയായിരുന്നു. കുറേ കോർട്ടിങ് ഓവർ ദ ടെലിഫോൺ, എന്നിട്ട് റൊമാൻറ്റിക് ലെറ്റേഴ്സ്. പക്ഷേ ആ ഒരു സമയത്ത് എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ടത്, ഫസ്റ്റ് ടൈം ഞാൻ ഫോണിൽ ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ ഫ്രം യുവർ എൻഡ് വാട്ട് വാസ് യുവർ റെസ്പോൺസ്? ആ റെസ്പോൺസ് എനിക്കൊന്നും ഒരു പോസിറ്റീവായി കിട്ടിയിട്ടില്ല. എന്താ പറഞ്ഞത് ആൻഡ് വൈ? ഇന്നും എനിക്കത് മനസ്സിലൊരു ഹെവിനെസ് ഉണ്ട്. ബിക്കോസ് ആ ഫസ്റ്റ് പഞ്ച് ഓഫ് ഐ ലവ് യു. അയ്യപ്പാ, ഭർത്താവ് ചുറ്റിക്കുന്ന പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ പണി കിട്ടുന്നു ഇല്ല ഇല്ല ഇല്ല. ഇത്ര വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി? 18 വർഷം കഴിഞ്ഞു. 18 വർഷമായിട്ടും ശരത്തിന്റെ മനസ്സിൽ വിങ്ങുന്നൊരു വേദനയാണ്. അതായത് ആദ്യം ആശയെ ഫോണിൽ വിളിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ ആശ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല എന്നല്ല, പറഞ്ഞു. എന്ത് പറഞ്ഞു? ആക്ച്വലി എന്നെ വിളിച്ച ആദ്യം ഒരു വിഷു ദിവസമാണ് ശരത്തേട്ടൻ എന്നെ ആദ്യം വിളിക്കുന്നത്. എങ്ങനെയായിരുന്നു? പുള്ളിക്ക് ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മലയാളം കുറച്ച് പരിങ്ങല ആയിരുന്നു ആ കാലത്ത്. അല്ലല്ല, അപ്പോ പരിങ്ങലുണ്ടായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് ആ കാലത്ത് പരിങ്ങലുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ ജനിച്ച് വളർന്ന് പഠിച്ച ഒരാളാണ്. സോ നമുക്ക് ഇംഗ്ലീഷ് എഴുതാൻ വായിക്കാം എന്നെല്ലാം ആണെങ്കിലും നമുക്ക് ആ ഒരു ഫ്ലുവൻസി നമ്മൾ യൂസ് ചെയ്ത ശേഷമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇദ്ദേഹം ആദ്യമായിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ഫോൺ എടുക്കുമ്പം ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയേണ്ടത്. അന്ന് എനിക്ക് അദ്ദേഹത്തിനോട് പ്രണയമില്ല, പിന്നീടാണ് പ്രണയം വന്നത്. പ്രണയമില്ലാണ്ട് അപ്പൊ തിരിച്ച് ഐ ലവ് യു പറയാൻ പറ്റുമോ? ഓ, ശരത്തെ എന്തു മണ്ടത്തരം പറയാൻ. 18 വർഷക്കാലത്തിടയ്ക്ക് ശരത്തെ ഇരുന്ന വീട്ടിൽ ചോദിച്ചിട്ട് സെറ്റിൽ ചെയ്താൽ പോരായിരുന്നു. അപ്പൊ ഞാൻ താങ്ക് യു പറഞ്ഞു. അപ്പൊ അത് ശരത്തിനെ പോലെ ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഒരുപക്ഷെ അതിന് ശേഷമാണ് റൊമാൻസ് വന്നത്. പിന്നെയാണ് ഞങ്ങളൊരു ലവ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് തീർച്ചയായിട്ടും പ്രണയം. പെട്ടെന്നൊന്ന് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ആശയുടെ ജ്യേഷ്ഠൻ വേണുവിന്റെ ഫ്രണ്ടായിരുന്നു ശരത്ത്. അങ്ങനെ ശരത്ത് ടെലിവിഷനിൽ ആശയനെ കണ്ടപ്പോൾ മോഹമുദിച്ചു മനസ്സിൽ. അങ്ങനെ പ്രപ്പോസ് ചെയ്തു. അടികിട്ടായിരിക്കാൻ വേണ്ടി ആദ്യം വേണുവിനെടുത്ത് മുൻകൂർ ജാമ്യം എടുത്തു. അതിനുശേഷമാണ് ആശയനെടുത്ത് ഈ പറഞ്ഞ 18 വർഷമായിട്ട് ആ പാവത്തിന് ആ വിങ്ങിൽ മാറിയിട്ടില്ല. ഇനി ആശ ഒരു കാര്യം ചെയ്യണം, ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു വട്ടം പറയണം. ശരത്തേട്ടൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഈ എഴുത്ത് ആദ്യം ഫുൾ എഴുതുമ്പോൾ ഞാൻ ശരത്താണ് എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടാണ് ഫുൾ സംസാരിച്ചത്. കാര്യം എന്നോട് മലയാളം സംസാരിക്കണം എന്ന് വേണിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് അത്ര ഇംഗ്ലീഷ് ഒന്നും അറിയണ്ടാവില്ല, നാട്ടിൽ പഠിച്ച കുട്ടിയാണ്. അപ്പൊ ഇതെല്ലാം മലയാളം ഇംഗ്ലീഷിൽ എഴുതിയിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരിക്കുന്നത്. ആദ്യത്തെ 1 മിനിറ്റ് ഒക്കെ മലയാളത്തിൽ പറഞ്ഞു, പിന്നെ ഫുൾ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ശരിക്കും ഈ ഫോണിൽ ഞാനും മറ്റേ ഫോണിൽ എക്സ്റ്റൻഷനിൽ എന്റെ ചെറിയ ചേട്ടൻ, ഞങ്ങൾ ട്വിൻസ് പോലെയാണ്, ഞങ്ങൾ 1 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ, ബാൽട്ടൻ അപ്പുറത്തെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് കേൾക്കുന്നത്. ഫസ്റ്റ് ശരത്തേട്ടൻ്റെ ഐ ലവ് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തതാണ്. ആശയുടെ ഒരു സുഹൃത്തിനെന്തോ പറയാനുണ്ട്. ഞാൻ ഫസ്റ്റ് ഇയർ BDSന് പഠിക്കുമ്പോഴാണ് ആശയുടെ കല്യാണം തീരുമാനിക്കുന്നത്. അപ്പം ഞങ്ങൾ ആരും ശരത്തിനെ കണ്ടിട്ടില്ല. ആശയുടെ ചേട്ടൻ വേണുചേട്ടനാണ് ഈ ആലോചന കൊണ്ടുവന്നത്. അപ്പോൾ എൻഗേജ്മെൻ്റ് ഒക്കെ ഒരുവിധം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ലെറ്റർ വഴി. ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു, കാരണം കാണാത്ത ആൾക്കാണല്ലോ കത്തയക്കണത്. അത് മാത്രമല്ല ശരത്തിന് മലയാളം വായിക്കാനോ എഴുതാനോ അറിയില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഒരു ലെറ്ററൊക്കെ സോർട്ട് ചെയ്ത് അയച്ചു. അത് അയച്ച് ശരത്തിന് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള മറുപടി ഒന്നും നീ എന്താന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം അതാണ് ഞാൻ ഇപ്പം ആദ്യത്തെ ചോദ്യമായിട്ട് ചോദിക്കാൻ പോണത്, എന്തായിരുന്നു മറുപടി? ഡോക്ടർ രേഖയല്ലേ? ഡോക്ടർ രേഖ ഇതുവരെ മനസ്സിലായില്ലേ ആശ ഒരു പഠിച്ച കള്ളിയാന്നുള്ള കാര്യം? ആ രേഖയുടെ സഹായം കൂടി എടുത്തിട്ടൊരു കത്തൊക്കെ കഷ്ടപ്പെട്ട് അയച്ചു. അതിനുശേഷം അതിന് മറുപടി കിട്ടുമ്പോൾ രേഖയോട് പറയണ്ടായിരുന്നോ ആശ? എന്തായിരുന്നു മറുപടി? ആസ് യൂഷ്വൽ. എന്താ എഴുതി കൂട്ടിനകത്ത്? ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. രേഖയുടെ ആയിരുന്നോ? ഞങ്ങൾ രണ്ടുപേരും. ഈ പ്രണയലേഖനം എഴുതുന്ന കാര്യത്തില്, കത്തെഴുതുന്ന കാര്യത്തിൽ ആശയായിരുന്നോ കേമി, അതെയോ രേഖയായിരുന്നു? ഇവള് കുറച്ചുകൂടെ പൊയറ്റിക് ഒക്കെയാണ്. ഓ, കവിയാണ് അത്യാവശ്യം. ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഒരു 3 വയസ്സ് പോലെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന് ഇപ്പോഴും ഒരുമിച്ചാണ്. എനിക്ക് 2 ഫ്രണ്ട്സ് ആണുള്ളത്, രേഖയും സീനിയർ, 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രം ചൈൽഡ്ഹുഡ്. രണ്ടുപേരും എൻ്റെ കൂടെ ദുബായിലുണ്ട്. അപ്പൊ രേഖയും ഞാനും കൂടെ ഇരുന്നാട്ടാണ് വളരെ ആലോചിച്ചു, എന്ത് എഴുതും, കണ്ടിട്ടില്ല. ഫസ്റ്റ് വാചകം എന്തായിരുന്നു?
ഡിയർ ഡിയർ കഴിഞ്ഞൊരു 4-5 കുത്ത് ആ ഡോട്ട്സ് ഇട്ടു. എന്ത് വിളിക്കണം എന്നറിയില്ല. ആ ഇനി ശരത്തേട്ടൻ വിളിക്കണോ, ശരത്ത് വിളിക്കണോ, ഡിയർ വേറെ എന്തെങ്കിലും വിളിക്കണോ, വിളിക്കണമൊന്നും അറിയില്ല. ഓക്കെ. അങ്ങനെ അപ്പൊ ഡിയർ എന്നിട്ടൊരു 4-5 കുത്തിട്ടു. ആ പിന്നെ ആസ് യൂഷ്വൽ ഹൗ ആർ യു. ഓക്കെ ഫോർമലായി. ഓക്കെ അടുത്ത് ഫുൾ ഫോർമലായിരുന്നു. ആദ്യത്തെ എഴുത്ത് പ്രണയലേഖനമൊന്നും ആയിരുന്നില്ല. പിന്നത്തെ എഴുത്ത് ഞാൻ തന്നെയാണ് എഴുതി തുടങ്ങിയത്. പിന്നെ ഇവളെ ഒഴിവാക്കി. ഓ സമ്മതിച്ചു. അപ്പം ശരത്ത് ഇതുപോലെ കുത്തിട്ടാണോ അയച്ചേ? ഇല്ല, ശരത്തേട്ടൻ എന്റെ മൂത്ത ചേട്ടൻ എന്നെ മോളു എന്നാ വിളിക്കുക. ഓക്കെ. കൺവീനിയന്റ് ആയിട്ട് മോളു. അതെ, വേൺചേട്ടൻ. അപ്പൊ ശരത്തേട്ടന്റെ വിചാരം എന്നെ മോളു എന്നായിരിക്കാം എല്ലാവരും വിളിക്കുന്നത്. എന്നെ എന്റെ ആ ചേട്ടൻ അല്ല, വീട്ടില് മോളു എന്നായിരിക്കും വിളിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ശരിക്കും വേൺചേട്ടൻ മാത്രമാണ് എന്നെ മോളു എന്ന് വിളിക്കുക. പക്ഷെ ശരത്തേട്ടൻ ഫസ്റ്റ് ലെറ്റർ തന്നെ മോളു എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. ശരത്ത് നാസിക്കിൽ വളർന്ന ആളാണ്. അതെ. ശരത്തിന് മലയാള ഗന്ധം വളരെ കുറവാണ്. ശരത്തിന്റെ ലാംഗ്വേജ്, രീതികൾ, മാനറിസം ഇതൊക്കെ ഒരു കേരളത്തിൽ പഠിച്ചു വളർന്ന ഒരു പെൺകുട്ടിയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത മാനറിസങ്ങളാണ്. അപ്പൊ എങ്ങനെ ഇത് രണ്ടും കൂടി ഇങ്ങനെ വെള്ളി ചേർത്തത്? ശരത്തേട്ടൻ മലയാളം സംസാരിക്കുമായിരുന്നു, പക്ഷെ എഴുതാനും വായിക്കാനും അന്നും ഇന്നും അറിയില്ല. പക്ഷെ വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത്. അച്ഛനും അമ്മയും കണ്ണൂരാണ്. അപ്പോൾ അമ്മ മാനന്തവാടി, അച്ഛൻ കണ്ണൂർ. അപ്പം നന്നായിട്ട് ആ മലയാളം കണ്ണൂർ ഭാഷയാണ് സംസാരമൊക്കെ. അങ്ങനെ അപ്പോൾ ആദ്യമൊക്കെ ചെല്ലും. കല്യാണം കഴിഞ്ഞ് ആദ്യമൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രീക്വൻസി, ഒരു വർഷം കൊണ്ട് നമ്മൾ നന്നായിട്ട് അടുത്തിരുന്നു. ഞങ്ങൾ കാണുന്നത് കല്യാണത്തിന്റെ കുറച്ച് ദിവസം മുന്നേ ആണ്. അതുവരെ ഞങ്ങൾ കണ്ടില്ല. അതുവരെ ഫോണിൽ മാത്രം. അദ്ദേഹം എനിക്കല്ല, അന്ന് ഞാൻ ജോലിയില്ലല്ലോ. അദ്ദേഹം ജോലി ചെയ്തിരുന്ന കാശും പിന്നെ കുറച്ച് കടവും കൂടി. അന്ന് ഇതുപോലെയല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ് ISD ബിൽസ്. അങ്ങനെ അന്ന് നെറ്റ് വഴി വിളിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ശമ്പളം മുഴുവൻ പോയിരുന്നു ആശയ വിളിക്കാൻ വേണ്ടി. 100% കടവും മേടിച്ചു. ഞാൻ ദുബായ് ചെല്ലുമ്പം അദ്ദേഹത്തിന് ഞങ്ങൾ ചെന്ന് ഫ്ലൈറ്റിൽ ഇറങ്ങുന്ന സമയത്ത്, കല്യാണം കഴിഞ്ഞു ഒരു വർഷം എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പിന്നെയും ഞങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞാൻ ദുബായി പോവാൻ. അതുവരെ ഞങ്ങളിങ്ങനെ ഫോണിലെല്ലാം പ്രണയിച്ചു, സംസാരിച്ചു, ഒക്കെ ആയി. ബില്ല് അപ്പൊ ഈ കടബാധ്യതയെ കുറിച്ച് പിന്നെ ഒരിക്കലും ശരത്ത് അന്നേരം പറയുന്നില്ല. പറയുമല്ലോ, നമ്മൾ വളരെ ഓപ്പൺ ആയിരുന്നു. ഈ പ്രാവശ്യം തികഞ്ഞിട്ടില്ല, ഐ ബോട്ട് ഫ്രം മൈ ഫ്രണ്ട് എന്നൊക്കെ പറയായിരുന്നു. ആശയുടെ സഹോദരൻ വേണു ഒരുപക്ഷെ നമ്മുടെ ജീവിത പ്രയാണത്തിലൊക്കെ സന്തോഷം മാത്രമല്ല നമുക്ക് കിട്ടുക, അതിൻ്റെ യാദൃച്ഛികതകൾ, അതിൻ്റെ ആകസ്മികതകൾ, അതിൻ്റേതായ എല്ലാ സുഖദുഃഖങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ ജീവിതം എന്ന് പറയുന്നത് അതാണ്. ആശയുടെ ജീവിതഗതിയെ മാറ്റിമറിക്കുന്നത് ആശയുടെ സഹോദരൻ തന്നെയാണ്, വേണുവാണ്. ഒരുപക്ഷെ വേണുവിന് ഇങ്ങനെ ശരത്ത് എന്നുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആശയുടെ ജീവിതം വേറൊരു വഴിത്തിരിലേക്ക് പോകാൻ. പക്ഷേ വേണുഗോപാൽ ദൗർഭാഗ്യകരമായി നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് മറന്നു. ഒരുപക്ഷെ ആശയുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാവുന്നൊരു അല്ലേ, പിടിച്ചുലച്ചു. തീർച്ചയായിട്ടും. വേണുവേട്ടൻ ഇപ്പോഴും വരാറുണ്ടോ? എനിക്ക് വേൺചേട്ടൻ ഈ ലോകത്തുനിന്ന് പോയി എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. എപ്പോഴും എന്നെ ചേത്ത മോളു എന്നാണ് വിളിച്ചിരുന്നത്. ചേട്ടൻ്റെ മോളു എന്നുള്ള രീതിയിൽ ചേത്ത മോളു എന്നാണ് എന്നെ വിളിക്കുക. എഴുത്തിലും ഒക്കെ അങ്ങനെയാണ്. വേൺചേട്ടൻ എനിക്ക് എല്ലാ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴും എഴുതുമായിരുന്നു. അതുപോലെ എൻ്റെ മറ്റൊരു ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞു, സീന. അവളുമായിട്ടും വേൺചേട്ടൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അവൾക്കും എഴുതുമായിരുന്നു വേൺചേട്ടൻ. ഭയങ്കര ഒരു ചേട്ടനായിരുന്നില്ല, എന്താ പറയുക, ഒരു അച്ഛനോ ഒരു ഫ്രണ്ടോ ഒക്കെ ആയിരുന്നു വേൺചേട്ടൻ. എനിക്കും എൻ്റെ ബാൾട്ടനും ആയിരുന്നു. പക്ഷെ ചേട്ടൻ ശരത്തേട്ടനെ കല്യാണം കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു. കേരളത്തിലുള്ളവരല്ല, പുറത്തുള്ളവരാണ്, എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ഒരു കലയുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരു ഭയങ്കര എഡ്യൂക്കേറ്റഡ് ഫാമിലിയാണ്. എല്ലാവരും എഡ്യൂക്കേഷനിൽ ഒരുപാട് ഉയർച്ചയുള്ള ഫാമിലിയാണ് എവ്രി വൺ. ചേച്ചി സർജനാണ്, ശരത്താണെങ്കിലും ഹൈലി ക്വാളിഫൈഡ് ആണ്. അപ്പം വേറൊരു കംപ്ലീറ്റ്ലി കലാകുടുംബത്തിൽ നിന്ന് വേറൊരു കുടുംബത്തിലേക്ക് ഞാൻ പോവാണ്. അപ്പോൾ അമ്മയോട് വേൺചേട്ടൻ പറഞ്ഞു, അമ്മ എനിക്ക് എത്ര മാർക്ക് തരും എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നിനക്ക് 100ൽ 100 മാർക്ക് തരും എന്ന് പറഞ്ഞപ്പോൾ വേൺചേട്ടൻ പറഞ്ഞു, എന്നാൽ അമ്മ ശരത്തിന് 100ൽ 110 മാർക്ക് കൊടുക്കും. നമ്മുടെ മോളുവിനെ ധൈര്യമായി ഏൽപ്പിക്കാം, അങ്ങനെ ഒരാളുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു വേൺചേട്ടൻ. അതിനുശേഷം ഞങ്ങളുടെ കല്യാണം. അപ്പോൾ എനിക്കാകെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒറ്റ ഗ്യാരണ്ടി, ചെറുതിലേ എന്നോട് ചോദിക്കായിരുന്നു, നിനക്ക് എന്നെയാണോ ബാലുവിനെയാണോ ഇഷ്ടം? അപ്പം ഞാൻ പറയായിരുന്നു വേൺചേട്ടനെയാണ്, ചെറിയ കുട്ടിയല്ലേ. അപ്പം ഞാൻ പറയുന്ന ആളെ നീ കല്യാണം കഴിക്കുമോ?
ഞാൻ പറയുന്ന ആളെ കല്യാണം കഴിക്കും, അപ്പം ഞാൻ പറയും കല്യാണം കഴിക്കും. എപ്പോഴും ചോദിക്കുമായിരുന്നു അങ്ങനെ, ഞാൻ പറയുന്ന ആളെ നീ കല്യാണം കഴിക്കും. ഞാൻ ഒരു വേണിച്ചേട്ടൻ പറയുന്ന ആളെ കണ്ടില്ലെങ്കിലോ കാലില്ലെങ്കിലോ ഐ ഡോണ്ട് മൈൻഡ്, വേണിച്ചേട്ടൻ പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കും. അതുപോലെ എൻ്റെ ചേട്ടൻ പറയുന്ന ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ ആകെ ഒരു കണ്ടീഷനെ വെച്ചിട്ടുള്ളൂ. വേണിച്ചേട്ടൻ്റെ കല്യാണത്തിന് എനിക്ക് പാവാട ധാവണി, എപ്പോഴും പാവാട ധാവണി എടുക്കുന്ന ആളായിരുന്നു കോളേജിലും. അത് വേണിച്ചേട്ടന് ഇഷ്ടമായിരുന്നു അത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പാവടയും ധാവണി എടുത്തിട്ട് വേണിച്ചേട്ടൻ്റെ കല്യാണം കൂടിയ ശേഷമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. വേണിച്ചേട്ടൻ പക്ഷേ തിരിച്ചു, നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ കല്യാണം കഴിക്കും. പക്ഷേ കല്യാണം സെപ്റ്റംബർ 7 വേണിച്ചേട്ടൻ്റെ കല്യാണവും അവരുടെ ലവ് മാരേജ് ആയിരുന്നു എടുത്തേമ്മയുടെ വേണിച്ചേട്ടൻ്റെയും. സെപ്റ്റംബർ 11 ഞങ്ങളുടെ കല്യാണം അങ്ങനെയായിരുന്നു. അതേപോലെ സെപ്റ്റംബർ 7 ഞാൻ ചെറിയ കുട്ടിയെ പാവടയും ധാവണി കൊടുത്ത് ശരത്തേട്ടനുണ്ടായിരുന്നു. നമ്മൾ അന്ന് 10-18 വയസ്സല്ലേ ഉള്ളൂ. നമ്മൾ കുട്ടികളെ പോലെ തന്നെ കല്യാണം എല്ലാം അടിച്ചു പൊളിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ കല്യാണ പെണ്ണായി. കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ ഞങ്ങളെ വിട്ടിട്ട് പോയി. ഒട്ടും ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പോക്കെന്നേ എനിക്ക് പറയാൻ കഴിയൂ. അല്ലാതെ മറ്റേ ആ വേർഡ് യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും വേണിച്ചേട്ടൻ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നേക്കാൾ പലപ്പോഴും ശരത്തേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, വേണിച്ചേട്ടൻ്റെ അനീതി ആയതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇത്ര ഇഷ്ടം, ബിക്കോസ് ഹി വാസ് സോ നൈസ്. എപ്പോഴും പറയും. ആക്ച്വലി ഞാൻ ആ വേണിച്ചേട്ടന് ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൂടെ തന്നെ ഐ വാസ് വിത്ത് ഹിം. ആ സമയത്ത് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം വന്നത്. നമ്മളായിരുന്നു ഇപ്പോഴും നമുക്ക് വേദനിക്കുന്ന ഒരു കാര്യം, അന്ന് ഭയങ്കര മഴയുണ്ടായിരുന്നു. നവംബർ 4 വേണിച്ചേട്ടൻ ഹോസ്പിറ്റലൈസ് ചെയ്തത്. ആ മഴ പെരുമഴയത്താണ് പെട്ടെന്നൊരു പെയിൻ വരെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അവിടെ. ബാൽട്ടൻ ആ സമയത്ത് എറണാകുളത്ത് ട്രെയിനിങ്ങിലായിരുന്നു. ബാൽട്ടൻ ബാംഗ്ലൂർ പഠിക്കുകയായിരുന്നു. ഞങ്ങൾ 1 വയസ്സ് ഡിഫറൻസേ ഉള്ളൂ ചെറിയ ചേട്ടനായിട്ട്. ഹി വാസ് ഡൂയിങ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ്. അച്ഛനും അമ്മ ഉണ്ടായിരുന്നു. എടുത്തേമ്മ എൻ്റെ പ്രായമേ ഉള്ളൂ. ഷി വാസ് വെരി യങ്. എടുത്തേമ്മ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ടാണ് ഞാനാണ് ഫസ്റ്റ് ഓടിപ്പോകുന്നത്. ഞാനാണ് വെഞ്ചിനെ ഹോൾഡ് ചെയ്ത്. അപ്പോൾ 6'2" ഹൈറ്റും ഹി വാസ് വെരി ഹാൻസം, വെരി ഹാൻസം. 6'2" ഹൈറ്റുള്ള ഒത്ത ശരീരമൊക്കെ ഉള്ള ഒരാളാണ്. പിടിക്കാൻ പറ്റില്ല നമുക്ക്. പിടിച്ചു കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി നമ്മളുടെ ഒരു ഫാമിലി ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ സംതിങ് സീരിയസ്, വി ഹാവ് ടു അഡ്മിറ്റ് ചെയ്യണ ഹോസ്പിറ്റലിൽ പറഞ്ഞു. അപ്പം എന്ന് വെച്ചാൽ മഴയത്ത് വേണിച്ചെന്നെ പിടിച്ച് വഴി കയറ്റുമ്പോൾ ഞാൻ മഴ നനഞ്ഞിട്ട് കയറ്റുവാണ്. അപ്പോൾ ആ പകുതി വേദനയിൽ ഈസ് ടെല്ലിങ്, മോള് മഴ നനയരുത് എന്നാണ് എൻ്റെ ചേട്ടൻ ആ സമയത്തും പറയുന്നത് എന്നോട്. മഴ നനയരുത് എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് വാസ് പിന്നെ ഏകദേശം ഒരു നവംബർ 4 ചേട്ടൻ ഹോസ്പിറ്റലൈസ് ചെയ്തു. നവംബർ 29 ചേട്ടൻ പോകുന്നത്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ശരത്തേട്ടൻ അപ്പോഴത്തേക്കും ആ സമയത്ത് അദ്ദേഹം ജോലി ചെയ്യാണ്, ബിസിനസ് ചെയ്യല്ല. ഞങ്ങളൊക്കെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴും ഞാൻ ചോദിക്കായിരുന്നു വേണിച്ചേട്ടൻ്റെ അടുത്ത്, ശരത്തേട്ടൻ്റെ ഹി വാസ് ഫുള്ളി കോൺഷ്യസ്. പറയുന്നു ഈ ഒരു പൊസിഷനിൽ ഞാനിങ്ങനെ കിടക്കുന്നത് ശരത്ത് കാണണ്ട, ശരത്തിനോട് വരണ്ട, എന്നെ ഇങ്ങനെ ഒരിക്കലും ശരത്ത് കാണണ്ട. ചേട്ടൻ പോയപ്പോഴും ശരത്തേട്ടൻ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നിട്ടില്ല. ആ ഒരു രൂപത്തിൽ എപ്പോഴും മനസ്സിൽ കണ്ണട വെച്ച് നിൽക്കുന്ന വേണിച്ചേട്ടനേ ഉള്ളൂ ശരത്തേട്ടൻ്റെ മനസ്സിൽ. അങ്ങനെ ഒരു വല്ലാത്ത വേദനിക്കുന്ന ഒരു രൂപമില്ല. എല്ലാവർക്കും ഓരോ ജീവിതത്തെ, എൻ്റെ അച്ഛൻ പറയും, ഓരോ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ കർമ്മമുണ്ട്. വേണുവിൻ്റെ കർമ്മം ചിലപ്പം ശരത്തിനെ നിന്നെ ഏൽപ്പിക്കുക എന്നതായിരിക്കും. അതിനുശേഷം അവൻ ഈ ലോകം വിട്ടുപോയി എന്ന് എപ്പോഴും പറയും. പിന്നെ എപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യം, എനി ഡിസിഷൻ ഐ ടേക്ക് എപ്പോൾ എടുക്കുമ്പോഴും ഞാൻ ഓൾവേസ് തിങ്ക് എൻ്റെ ഒരു ദൈവത്തിൻ്റെ സ്ഥാനമാണ് എൻ്റെ ചേട്ടന്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് പൊസിഷൻ നമ്മൾ അവിടെയാണ് നോക്കുക. വേണിച്ചേട്ടൻ എന്തായിരിക്കും ചിന്തിക്കുക, വേണിച്ചേട്ടൻ എന്തായിരിക്കും പറയാം. ആശയുടെ ജീവിതത്തിൽ നിന്ന് വേണു പോയിട്ടില്ല. ഒരുപക്ഷെ വേണുചേട്ടൻ പോകാത്തതുകൊണ്ടായിരിക്കാം ആശ അതിനൊരു പരിപൂർണമായ ഒരു ക്രിയയ്ക്ക് പോലും അല്ലെങ്കിൽ ബലിതർപ്പണത്തിന് പോലും ആശ തയ്യാറാകാതെ ചെയ്തിട്ടില്ല ഇതുവരെ. അത് എന്നേക്കാൾ നിർബന്ധം ശരത്തേട്ടനാണ്. സമ്പൂർണ്ണ സമർപ്പണം ചെയ്താൽ ആത്മാവ് ഈ ലോകം വിട്ടു പോകുന്നതാണ് ഹിന്ദു മതാചാരപ്രകാരം പറയുന്നത്. അത് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ ശരത്തേട്ടൻ സമ്മതിച്ചിട്ടില്ല. കാര്യം എൻ്റെ ചേട്ടൻ ഈ ലോകം വിട്ടു പോയാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. സോ അത് ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ മരിക്കും വരെ ഞാൻ ചെയ്യില്ല. വളരെ ഉപദേശിച്ചില്ലേ, ചെയ്യണമെന്ന് ഉപദേശിച്ചു പറയാറുണ്ട് അങ്ങനെ ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ളൊരു മനഃശക്തി ഇതുവരെ ദൈവം തന്നിട്ടില്ല. കാര്യം 2 പേർ ഇപ്പോഴും ഞാൻ വീട്ടിൽ പെരുമ്പാവൂർ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് എടുക്കുമ്പോൾ ഇപ്പോഴും ഞാൻ 5 പ്ലേറ്റ് എടുക്കും. ഇപ്പോഴും അങ്ങനെ ചേട്ടനില്ല എന്നുള്ളൊരു ഓർമ്മ ഐ ഡോണ്ട് ഹാവ്. ഇപ്പോഴും ഞാൻ പോയിട്ട് എടുക്കുമ്പോൾ 5 പ്ലേറ്റാണ് എടുക്കുക. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോഴും ഞാൻ വീട് വിട്ടു പോയിട്ട് 20 വർഷമാണെങ്കിലും ഇപ്പോഴും ഞാൻ പോകുമ്പോൾ എൻ്റെ പ്ലേറ്റിലാണ് അച്ഛനും അമ്മ എനിക്ക് ഇപ്പോഴും തരാം. ഇപ്പോഴും ഞാൻ വേണിച്ചേട്ടൻ്റെ പ്ലേറ്റും ഓർമ്മയില്ലാതെ ഇപ്പോഴും ഞാൻ എടുക്കും. ആ വേണിച്ചേട്ടൻ ഇരിക്കുന്ന ഹീസ് ദെയർ. ഇല്ലാതെ നമ്മൾ ആരും
വിചാരിക്കുന്നില്ല. ഇസ് ദെയർ. ഇപ്പോഴും ചെറിയ ആൾക്ക് മറ്റാളുടെ ശബ്ദമാണ് വെബാൾട്ടിന്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഓൾവേസ് ഞാൻ കേൾക്കും, ഞാൻ ഉറക്കെ വിളിക്കും, ഓക്കെ ഹീസ് വിത്ത് മീ. പോയിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾ വിഷമിക്കേണ്ട കാര്യമുള്ളൂ. യെസ്. കുട്ടിക്കാലം മുതൽ നൃത്തം പഠിക്കുന്ന ആശയോട് ചോദിക്കാനുള്ളത്, ചെറുപ്പത്തിലെ മുതൽ പ്രാക്ടീസ് ചെയ്യാൻ വിളിച്ച ഭയങ്കര വിഷമവും എൻ്റെ നിർബന്ധം കൊണ്ട് ആദ്യകാലത്തൊക്കെ പഠിച്ചിരുന്നു. പിന്നീട് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് വരെ പോയി 1ാം സമ്മാനം നേടിയെങ്കിലും അന്ന് പോലും പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ മടി പറഞ്ഞ് പുതച്ചു മൂടിക്കിടന്ന ആളാണ് ബനാറസിൽ വെച്ചിട്ട്. ആ ആള് ഇവിടെ 3 സ്കൂള്, ദുബായിൽ ഷാർജയിലൊരു സ്കൂൾ, ഇങ്ങനെ 4000 കുട്ടികളെ പഠിപ്പിക്കുകയും അതിൻ്റെ മുകളിൽ ഡയറക്ടറായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതെന്ന് ഞാൻ വളരെ അത്ഭുതപ്പെടാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ വേണ്ടില്ല. സമ്പൂർണ്ണ നർത്തകിക്ക് വെറും സമ്പൂർണ്ണ മടിച്ചിയായിരുന്നു. ഭയങ്കര മടിച്ചിയായിരുന്നു. അതിൻ്റെ ഒരു കാരണം, നമ്മൾ ഏറ്റവും സന്തോഷമുള്ള കാര്യമൊക്കെയാണ് എങ്കിൽ കൂടി മകൾ എന്ന് പറയുന്നൊരു, കുട്ടി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ അമ്മ ഉള്ളത് കളരിയിലാണ്. അമ്മ നമ്മളെല്ലാ കാര്യമൊക്കെ ചെയ്യുമെങ്കിലും അമ്മ കളരിയിൽ എപ്പോഴും കളരിയിൽ പഠിപ്പിക്കുന്നു. അപ്പം നമുക്ക് ആദ്യകാലങ്ങളിൽ ഡാൻസ് എന്ന് പറയുന്നത് ദേഷ്യമായിരുന്നു. വിളിക്കുമ്പോൾ പോവില്ല, മടി പിടിച്ചിരിക്കുമായിരുന്നു. പക്ഷേ എപ്പോഴൊക്കെ ഓടി നടന്ന പ്രായത്തിൽ, ഏത് പ്രായത്തിലാണ് പഠിച്ചു തുടങ്ങിയതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഓടി നടന്ന പ്രായത്തിൽ നൃത്തം കളിച്ചു തുടങ്ങി. അതിൻ്റെ ഇഷ്ടമുള്ളിലുണ്ട്, ബ്ലഡിലുണ്ട്. പക്ഷെ അമ്മ എന്ന് പറയുന്ന ആളിങ്ങനെ ചേർന്നിരിക്കാത്തതിൻ്റെ, അല്ലെങ്കിൽ അമ്മ കുഞ്ഞു കുട്ടിയായിരിക്കും. പിന്നെ ഒരു 4ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്കറിയാം അങ്ങനെ ആ സമയത്തൊക്കെ വിളിക്കുമ്പോഴും മടിയായിരുന്നു. പിന്നെ വലുതായപ്പോഴും കളിക്കും. പക്ഷെ ഇതിൻ്റെ ഒന്നും ഒരു വാല്യൂ അന്ന് അറിഞ്ഞിരുന്നില്ല. ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നു ആശ. അതിനുശേഷം ദുബായിലേക്ക് പറിച്ചു നടപ്പെടുന്നു. ദുബായിൽ ചെന്നിറങ്ങുമ്പോൾ അത്യാവശ്യം എനിക്ക് കുക്കിംഗ് വശം ഉണ്ടായിരുന്നു. അച്ഛന് നിർബന്ധമായിരുന്നു. കുക്കിങ്ങിൽ ഏതായിരുന്നു? എല്ലാം. വീട്ടിലിപ്പോൾ അമ്മ തിരക്കായതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നും അച്ഛൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ അമ്മ ഉണ്ടാക്കണം. അങ്ങനെ എല്ലാം വെക്കും. ഞാൻ അന്ന് മുതൽ ചെറിയൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ ഞാൻ ഭക്ഷണം പാകം ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, വശമുണ്ട്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എല്ലാം വെക്കും. ശരത്തേട്ടൻ കൂടുതൽ പ്രിയം വെജിറ്റേറിയൻ ആണ്. എൻ്റെ വീട്ടിൽ കൂടുതൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണ്. പക്ഷെ രണ്ടും ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ കുക്കിംഗ്, ഒരു വീട് എങ്ങനെ നോക്കുന്നുള്ളൊരു കൺഫ്യൂഷനൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കലാജീവിതമെല്ലാം വിട്ടിട്ട് എന്താവും ഇനി, എന്ത് നാളെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അവിടെ ചെന്നു. എന്നും ഈ കൊട്ട് കേട്ടിട്ട് ഉറങ്ങിയിരുന്ന ആളാണ് ഞാൻ. അമ്മയുടെ താളം, അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ തന്നെ അമ്മയുടെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമ്മളുടെ ഒരു ജീവിതം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, അതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ പഠിപ്പിക്കാതെ, കുട്ടികളില്ലാതെ, അല്ലെങ്കിൽ ഞാൻ കളിക്കാതെയൊക്കെ എങ്ങനെ ജീവിക്കുന്നുള്ള. പക്ഷേ ഗ്രാജുവലി ഞാൻ കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി. ആദ്യം പഠിപ്പിച്ച കുട്ടിയുടെ പേര് ശ്രുതി എന്നായിരുന്നു. ഒരു കുട്ടിയെ വെച്ചിട്ടാണ് തുടങ്ങിയത്. കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി. ശരത്ത് നല്ല പ്രോത്സാഹനം തന്നോ? തീർച്ചയായിട്ടും. എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പൈസയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ നീ ശല്യം ചെയ്യരുത്. ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അദ്ദേഹമാണ് ചെയ്തു തന്നിട്ടുള്ള. ആദ്യകാലങ്ങളിൽ ആദ്യത്തെ സ്കൂൾസിനെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, എല്ലാം അദ്ദേഹമാണ് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പൊ പറയായിരുന്നു എന്നെ. ഒരു കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടാണ് ആശ അവിടെ ദുബായിൽ തന്നെ വലിയൊരു പ്രയാണം ആരംഭിച്ചത്. അതെ. അതിനുശേഷം ദുബായിൽ ഈ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ദുബായിൽ റേഡിയോ ഏഷ്യ എന്ന് പറഞ്ഞിട്ടൊരു മലയാളം റേഡിയോ ജോക്കിയായിരുന്നു. 10 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. ഒരുപക്ഷെ ആശയുടെ ജീവിത രേഖ പരിശോധിച്ചാൽ ആശയുടെ അനാട്ടമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്തുവാകുന്നത് കൈരളി കലാകേന്ദ്രമാണ്. കൈരളി ചാനലിലാണ് ഇന്റർവ്യൂ വരുന്നത്. കൈരളി കലാകേന്ദ്രമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടി അതാണ്. 4 ശാഖകൾ, 4 സ്കൂളുകൾ, വെരി അഫ്ലുവൻറ്റ്, വെരി റിച്ച്. എന്താ ടേൺ ഓവർ? അത്ര കുഴപ്പമില്ലാണ്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ല, ഇതൊരു ഇറ്റ്സ് നോട്ട് എ ബിഗ് ബിസിനസ്. ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂല് നമുക്കൊരു ഈ ഒരു ടൈപ്പ് ഓഫ് സ്കൂൾസിനെ നമുക്ക് അധികം കാണാൻ കഴിയില്ല. കാര്യം ഹെവി ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരു കാര്യമാണത്. കാര്യം ഒരു സ്കൂൾ തുടങ്ങണമെങ്കിൽ വെറുതെ നമ്മളൊരു ക്ലാസ് തുടങ്ങുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു സാധാരണ ഒരു കമ്പനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അതേ എല്ലാ ഫോർമാലിറ്റീസുമാണ്. വി ഹാവ് ടു ടേക്ക് എ പ്ലേസ്, അതിൻ്റെ ലൈസൻസ് വേണം. ഇപ്പോൾ വിസയുടെ ഓരോ ആൾക്കാർക്കും വിസ വേണം, അവർക്കുള്ള ഡെപ്പോസിറ്റ്സ്. പിന്നെ സ്കൂളാകുമ്പോൾ ഒരുപാട് KHDA ദുബായ് ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒരുപാട് പെർമിഷനും അങ്ങനെയൊക്കെയുള്ള എഴുത്തുകുത്തുകളും ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ് സ്കൂൾ. ആശ ഒരു വലിയൊരു ബ്രാൻഡാണ്. പക്ഷെ ആ ബ്രാൻഡ് അവിടെ എളുപ്പത്തിൽ വിറ്റഴിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോഴാണ് ആശാ ശരത്തിന് ജനം അറിഞ്ഞു തുടങ്ങിയത്. അതിന് മുമ്പെയാണ് ഞാൻ സ്കൂൾ തുടങ്ങിയിട്ടുള്ളത്.
കഠിന അധ്വാനം കൊണ്ട് വളർന്നതാണ് കൈരളി കലാകേന്ദ്രം. ഇപ്പോഴാണ് ആശാശരത്തിനെ ആൾക്കാർ അറിയുന്നത്. അതുവരെ ഒരു അധ്യാപിക എന്ന നിലയിൽ, ഒരു നർത്തകി എന്ന നിലയിൽ മാത്രമേ എന്നെ അറിഞ്ഞിരുന്നുള്ളൂ. കുങ്കുമപ്പൂവിൽ നിന്ന് ആശാശരത്തിനെ മാറ്റിവെക്കാൻ പറ്റുന്നില്ല. ആശാശരത്തിനെ ഇല്ലാതെ കുങ്കുമപ്പൂവിനെ കുറിച്ച് ചിന്തിക്കാനും പറ്റുന്നില്ല. ആശ തന്നെയാണോ അത്? എനിക്കൊരു സംശയം. വല്ലാത്തൊരു ഭാവപ്പകർച്ചയും വേഷപ്പകർച്ചയും. എനിക്ക് സീരിയൽ കാണുമ്പോൾ എനിക്കും തോന്നാറില്ല അത് ഞാനാണെന്ന്. സീരിയസ്ലി ഞാനാണ് ജയന്തി എന്ന്, ഞാൻ വേറൊരാളായിട്ടാണ് എപ്പോഴും അത് കാണുക. ഞാനാണ് ജയന്തി എന്ന് എനിക്ക് തോന്നാറില്ല. പ്രൊഫസർ ജയന്തി. കൈരളിക്കും കൈരളി ചാനലിനും വലിയൊരു പങ്കുണ്ട് അതിൽ. കൈരളിയുടെ ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അവിടെ ദുബായിൽ വെച്ച് നടന്നു. അന്ന് ഞാനായിരുന്നു ഡാൻസ് കൊറിയോഗ്രാഫി. ടി കെ രാജീവ് കുമാർ സാർ ഷോ ഡയറക്റ്റ് ചെയ്യുന്നു, പുരുഷോത്തമൻ സാറ് അസിസ്റ്റ് ചെയ്യുന്നു ഷോ, സീരിയൽ ഡയറക്ടർ പുരുഷോത്തമൻ സാർ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആങ്കർ ചെയ്യുന്ന കുട്ടിക്ക് പെട്ടെന്ന് മലയാളം ഫ്ലുവൻ്റായി സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പം ഞാൻ ബാക്ക് സ്റ്റേജിൽ പഠിപ്പിച്ച് റെഡിയാക്കി, ഞാൻ ഈ പിള്ളേരെങ്ങനെ കളിക്കുന്നുള്ള ടെൻഷനിലാണ്. അപ്പം എന്നോട് വന്ന് ചോദിച്ചു, ഒന്ന് ഷോ ഒന്ന് ആങ്കർ ചെയ്യോ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പിടിയില്ല, ഈ കണ്ടസ്റ്റൻസിനെ ഒന്നും അറിയില്ല, ഞാൻ ഈ ഷോ അധികം സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആളല്ല, ഞാൻ എങ്ങനെ പറയും? പിന്നെ അതെല്ലാം ആശയ്ക്ക് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിരുന്ന് ഞാൻ അന്ന് ഉടുക്കാൻ വന്നൊരു സാരി എടുത്ത് ഞാൻ അന്ന് ആങ്കർ ചെയ്യാൻ കയറി. ആശ, ഒരു പക്ഷേ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന വിഷ്വൽസ് നമുക്കുണ്ട്. മികച്ച ജനകീയ ഗായക പ്രതിഭയായി കഴിഞ്ഞ വർഷം ഗന്ധർവ സംഗീത പ്രേക്ഷകർ തിരഞ്ഞെടുത്ത സാധിക കെആറിന് ദാസേട്ടൻ ഗന്ധർവ കിരീടം സമ്മാനിക്കുന്നു. അത് കഴിഞ്ഞു. ഗന്ധർവ സംഗീതത്തിൽ കഴിഞ്ഞ സമയത്ത് പുരുഷോത്തമൻ സാർ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ സീരിയൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് വളരെ ഇഷ്ടമുള്ളൊരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് അറിയാം എൻ്റെ ഒരു പ്രൊജക്റ്റ് വരുന്നു, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിലാണ് പിന്നീട് അഭിനയിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞു, എനിക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, എനിക്ക് വന്നു പോകാൻ പറ്റില്ല, അപ്പം എല്ലാം കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സീരിയൽ ചെയ്തിരുന്നു, പൊന്നും പൂവും. പക്ഷേ ആ സീരിയൽ കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അത് തുടർന്ന് പോയില്ല. അതിനുശേഷമാണ് നിഴലും നിലാവ് എന്ന് പറയുന്ന ജീവിതം മാറ്റിമറിച്ച ഒരു ടെലിവിഷൻ മൂവി ചെയ്യാൻ പറ്റിയത്. റെജി സൈൻ ആയിരുന്നു സംവിധായകൻ. അതിലൂടെയാണ് കുങ്കുമപ്പൂവിലേക്ക് വന്നത്. അതെ. ഞാൻ പിന്നെ ആശയെ കാണുന്ന സമയത്തൊക്കെ ആശ വളരെ കാമാൻ ക്വയറ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പറയൂ. ആശയ്ക്ക് ഒരുപാട് അംബിഷൻസ് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളതെല്ലാം ആകസ്മികമാണ്. എവറിഥിങ്. ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത്, ഒന്നും പ്ലാൻഡ് അല്ല. ഈവൻ റേഡിയോ ഏഷ്യയിലെ ജോലി പോലും എനിക്ക് ഒരിക്കലും ഒരു മൈക്കിൻ്റെ മുമ്പിലിരുന്ന് നമസ്കാരം എന്ന് പറയുവാനുള്ള ഒരു ധൈര്യമോ, അല്ലെങ്കിൽ അതൊരു ജോലി, ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാനതൊരു ജോലിയാണെന്ന് അറിയാതെയാണ് പോകുന്നത്. ഞാൻ ഫസ്റ്റ് റേഡിയോ ഏഷ്യയിൽ ഒരു വേക്കൻസി ഉണ്ട്, ഞാൻ വിചാരിക്കുന്ന ആഡിന് എന്തെങ്കിലും പറയാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ ആ സമയത്ത് എനിക്കൊരു എൻഗേജ്മെൻറ്റ് ആവശ്യമായിരുന്നു. സോ അത് മുതൽ ഇതുവരെ എവറിഥിങ് വന്ന് ഭവിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ. ആശ ഒരു പൊട്ടിപ്പെണ്ണാണ്? ഒരിക്കലും അല്ല. ഐ എം എ വെരി വെരി ബ്രില്യൻറ്റ് വുമൺ എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അയാം. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. സിനിമയിൽ അടുത്ത പ്ലാൻ എന്താണ്? അങ്ങനെയില്ല. സിനിമയിൽ നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ കഴിയില്ല. സിനിമ വന്ന് ഭവിക്കുന്നതാണ്. അല്ലാതെ സിനിമയിൽ ഞാൻ അടുത്തത് ഇനി മോഹൻലാൽ സാറിനോട് അഭിനയിക്കും, അല്ലെങ്കിൽ മമ്മൂട്ടി സാറിനോട് അഭിനയിക്കും, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയില്ല. സിനിമ വന്ന് ഭവിക്കുന്നതാണ്. സ്ക്രീനിൽ ആശ ഒരുപാട് പ്രേക്ഷകരെ അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷക ഹൃദയങ്ങളെ എടുത്ത് അമ്മാനമാടുക. പക്ഷേ മിനി സ്ക്രീനിലുള്ള സ്വാധീനം വലിയ സ്ക്രീനിലേക്ക് എനിക്ക് വ്യാപിപ്പിക്കണം, അല്ലെങ്കിൽ വലിയ സ്ക്രീനിൽ കൂടി അതിന് സമാനമായിട്ടുള്ള ഒരു സാന്നിധ്യം എനിക്കുണ്ടാകണം എന്ന് ഈ ബുദ്ധി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആശാ ശരത്തിന് തോന്നാറില്ല? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം പ്രൊഫസർ ജയന്തി എന്ന് പറയുന്ന ഒരാൾ, നമ്മൾ വിചാരിച്ചിട്ടല്ല അവരിങ്ങനെ ഒരു പൊസിഷനിലെത്തിയത്, അല്ലെങ്കിൽ അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? ഇഷ്ടമെന്ന് പറയുന്നത് ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്നെ സ്നേഹിക്കണോ മറ്റൊരാളെ സ്നേഹിക്കണോ എന്നുള്ളത്. സോ ജനങ്ങൾ എന്നെ സ്നേഹിച്ചോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബിഗ് സ്ക്രീനിൽ പോയി അഭിനയിച്ചു, അതിൽ ഞാൻ വിൻ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്ത് പ്ലാൻ ചെയ്താൽ ഞാൻ അത് പിന്നെ അതിന് 50% അംഗീകരിക്കുക. എന്താ കാരണം വെച്ചാൽ കല, ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് സെക്ടർ, മീഡിയ സെക്ടർ, ഇതിലൊന്നും ഒരാളുടെ കരവിരുത് കൊണ്ട് മാത്രം വിജയിക്കില്ല. ഒരുപാട് ഫാക്ടേഴ്സ് യോജിച്ചു വരണം. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നിന്നുള്ള ഫാക്ടറെ സജ്ജമാക്കി നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രിപ്പയർഡ്നെസ് രണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമേ സക്സസ് ഉള്ളൂ. അപ്പം ആശ പ്രിപ്പയർഡാണ്. ഞാൻ ചെയ്യുന്ന ജോലി, ഇപ്പം നൃത്തമായാലും സിനിമയായാലും അല്ലെങ്കിൽ സീരിയൽ എന്താണെങ്കിലും, ഞാൻ ചെയ്യുന്ന ജോലി പൂർണ്ണമായും ആത്മാർത്ഥതയോടെ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ആശ
ആ ആശയാണ് ഞാൻ കണ്ടത്. അതായത് ആശയ്ക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. അതല്ലാതെ ചില നടികളെ പോലെയോ അല്ലെങ്കിൽ ചിലരെ ആൾക്കാരെ പോലെയോ ഒരു പായ്ക്കപ്പൽ പോലെ കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ടടിച്ചാൽ ഇങ്ങോട്ട് പോകാം, റഡർലെസ് ആയിട്ട് ലക്ഷ്യമില്ലാതെ അലയുന്നൊരു സ്വഭാവക്കാരിയല്ല ആശ. അല്ല, ഒരിക്കലും അല്ല. ഞാനതല്ലേ പറഞ്ഞ ആശ. അതെ അതെ അതെ. അല്ല, നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതിന് അങ്ങനെയല്ല ആദ്യം പറഞ്ഞത്. അതായത് പണ്ട് സംഭവിക്കാത്തത് ഇനിയും നേടണമെന്ന് ആലോചിച്ച് കുതിച്ചു പായുന്നു. ആശയുടെ ഉപബോധ മനസ്സിൽ കമലദളം കാബൂളിബാല കിടക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഒരുപക്ഷെ ആശയ്ക്ക് ആശയുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നത് കാണാൻ കഴിയുന്നില്ല. ഒരു സൈക്കാട്രിസ്റ്റിന് അല്ലെങ്കിൽ എന്നെപ്പോലൊരാളുടെ സഹായം വേണ്ടി വരും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ആശയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഞാൻ എക്സ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ ഞാൻ ആശ കാണാതെ, ഉപബോധ മനസ്സിൽ കാണുന്നതൊക്കെ എപ്പോഴും ഒരു ഹിപ്നോട്ടിസിൽ കൂടിയേ പുറത്തേക്ക് വരുള്ളൂ. ആശയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ശരത്ത് കണ്ടല്ലോ ആശയുടെ മനസ്സിൽ കിടക്കുന്ന സംഭവങ്ങൾ. അത് ശരി. ഇനി ഒന്നും കൂടി ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോ ശരത്തിനെ കൊണ്ട് ഇപ്പോഴും സംസാരിപ്പിക്കും. ഞാൻ കേക്കട്ടെ, എന്താ അത്? ശരത്ത് പറഞ്ഞത് ഇത്ര വെൽ സ്കീം പ്ലാൻഡ് ആയിട്ട് പോകുന്ന ഒരു പങ്കാളി, അതിനെല്ലാവിധ സപ്പോർട്ടും ഞാൻ കൊടുക്കും. തീർച്ചയായിട്ടും. അത് ഞാൻ പ്ലാൻ ചെയ്ത്, എൻ്റെ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പ്ലാൻഡ് ആണ്. ഇനി എന്ത് സംഭവിക്കണം എന്നുള്ളതല്ല. ഇപ്പം ഒരു പ്രൊജക്റ്റ് ഞാൻ സിനിമ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സീരിയൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, എൻ്റെ ഒരു 3 മാസം വരെയുള്ള കാര്യങ്ങൾ പ്ലാൻഡ് ആണ് എൻ്റെ. കാര്യം എനിക്ക് ഇമ്മീഡിയറ്റ്ലി നാളത്തേക്ക് ഒരു സിനിമ വന്നു അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് വന്നു എനിക്ക് ചെയ്യാൻ കഴിയില്ല. കാര്യം എനിക്ക് ആശയ്ക്ക് ഇപ്പോൾ ഇന്നത്തെ പ്രശസ്തി, ഇന്നത്തെ പണമാണോ പ്രധാനം, അല്ലെങ്കിൽ നാളെ ആശാ ശരത്ത് എന്തായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം? ഇന്നും നാളെ എന്നുള്ളതല്ല, ഞാൻ എന്തായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനം. ആശാ ശരത്ത് ഇപ്പോൾ വലിയ സ്ക്രീനിലേക്ക് മാറ്റി ചവിട്ടി. ചെറിയ സ്ക്രീൻ ആശയ്ക്ക് ഒരു ബാധ്യതയായി വരുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ ജനസമക്ഷം ഒരുപാട് ചർച്ചയ്ക്കും വിചാരണയ്ക്കും പാത്രമായിട്ടുണ്ട്. ഈ സീരിയലുകളൊക്കെ നമ്മുടെ മലയാള പ്രേക്ഷകരെ വഴിതെറ്റിക്കുകയാണോ? അതൊരു സിനിമയും അല്ലെങ്കിൽ സീരിയൽ എന്ന് പറയുന്നത് ജീവിതമായി കാണേണ്ടതില്ല. അതൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ കാണേണ്ട ഒരു കാര്യമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സിനിമയുടെ അന്തർലീനമായ ഒരു ഭാവം മിതത്വമാണെങ്കിൽ സീരിയലുകളുടെ ഭാവം ഈ പറഞ്ഞ പോലെ അമിതമായ സംഭവമാണ്. അതെ, ആശയുടെ സ്വഭാവത്തിൽ കുറച്ച് ജയന്തി ഉണ്ട്. ജയന്തിയിൽ ചാലിച്ച സ്വഭാവമാണ് ആശയുടേതെന്ന് പ്രതി. ജയന്തിയുടെ ക്യാരക്ടർ അനുസരിച്ച് അവർ ഭയങ്കര ചൂടത്തെയാണ്. ഭയങ്കര ചൂടത്തെയാണ്. കണ്ണുമൂക്കുമില്ലാതെ ചീത്ത പറയുന്ന ഒരാളാണ്. ശരി. അതായത് അവരുടെ വേറൊരു സ്വഭാവം എന്ന് വെച്ചാൽ അവർ ഭയങ്കര വേദനിക്കുന്ന സ്ത്രീയാണെങ്കിൽ പുറത്ത് ഞാൻ അങ്ങനെയല്ല, ഞാനൊരു അഹങ്കാരിയാണെന്ന് കാണിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇനി എൻ്റെ സ്വഭാവം, ഞാൻ അത്യാവശ്യം ഭയങ്കര കൂളല്ല. ഞാൻ അത്യാവശ്യം ദേഷ്യം വരുന്ന ഒരാളാണ്. അത്യാവശ്യം ദേഷ്യം വരുന്ന ഒരാളാണ്. പിന്നെ തെറ്റുകൾ കണ്ടാൽ, തെറ്റെന്ന് വെച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, പ്രതികരിക്കണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു എലമെന്റ് കണ്ടാൽ ചിലപ്പോൾ പ്രതികരിച്ചു പോകുന്ന ഒരു സ്ത്രീയാണ്. കൂടുതലല്ല, ഒരു സ്ത്രീക്ക് ആവശ്യമുള്ളത്ര. ഈ ആവശ്യം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആപേക്ഷികമാണ്. അല്ല, ആവശ്യമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാവുന്ന ഘട്ടത്തിൽ. ഞാൻ ഉദ്ദേശിച്ച ആവശ്യം എന്നുള്ളത് ആത്മനിഷ്ഠമാണ്. അതെ. കാരണം വെച്ചാൽ നമ്മുടെ ആവശ്യം വേറെ ആൾക്ക് അനാവശ്യമായിട്ട്. ഉദാഹരണം പറഞ്ഞാൽ എനിക്കറിയാവുന്ന ആശയുടെ ടെമ്പറേച്ചറിനേക്കാൾ പകുതിയാണ് ആശയുടെ ഭർത്താവ് ശരത്തിന്റെ ടെമ്പറേച്ചർ. അപ്പം ഇതും ആവശ്യമാണ് അതും ആവശ്യമാണെന്ന് പറയാൻ പറ്റില്ല. ടെമ്പറേച്ചർ രണ്ടാണ്. ആശ 100 ഡിഗ്രി ആണെങ്കിൽ ശരത്ത് ഒരു 35 ഡിഗ്രി ആയിരിക്കും. ദേഷ്യത്തിന്റെ കാര്യത്തിലാണോ? വെരി കൂൾ. അപ്പൊ ഇതിലേതാണ് ആവശ്യമായ ടെമ്പറേച്ചർ? അല്ല, ആവശ്യം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ കാര്യം സംബന്ധിച്ച് ശരത്തേട്ടൻ ഇസ് വെരി വെരി ഫ്രണ്ട്ലി ഫാദർ. വെരി വെരി ഫ്രണ്ട്ലി ഫാദർ. സപ്പോസ് ഇപ്പൊ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അമ്മു പങ്കുവിനോട് ഒരു തെറ്റ് കണ്ടാൽ ശരത്തേട്ടൻ എന്താ പറയാ, നമുക്ക് ചിരി വരും ചില സമയത്ത്. അമ്മു പങ്കു ഡോണ്ട് ഡു ദാറ്റ്, അമ്മ വിൽ ഷൗട്ട്, അങ്ങനെ പറയും. അപ്പൊ ഞാൻ ചോദിക്കും അമ്മ വിൽ ഷൗട്ട്, അങ്ങനെ പറയാ. അപ്പം ഞാൻ പറയാ എന്തിനാ അവരെന്നെ ശത്രുവാക്കുന്നത്? പക്ഷെ ശരത്തേട്ടൻ അങ്ങനെ പുള്ളി ചീത്ത പറയില്ല. പക്ഷെ വല്ലപ്പോഴും ചീത്ത പറയും. ഞാൻ പക്ഷെ ഇവരുടെ അടുത്ത് ഒരു അമ്മയാണ്. അപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത് മക്കള് വീട്ടിൽ വിളിക്കുന്ന ഏറ്റവും വലിയ തെറി ജയന്തി എന്നാണ്. ചീത്ത പറയുമ്പോ അങ്ങനെയല്ല, എന്തെങ്കിലും ചീത്ത പറയുമ്പോ ഞാൻ പക്ഷെ ശരിയായിട്ടുള്ള ഒരു അമ്മയാണ്. നമ്മുടെ അമ്മമാരെങ്ങനെയാണ്, എന്താ അങ്ങനെ ചെയ്തത്, എന്താ ചെയ്തത് എന്നൊക്കെ ചോദിക്കും. ഓഫ് കോഴ്സ് ഞാൻ അമ്മയല്ലേ. അങ്ങനെ ചോദിക്കുമ്പോ ഇവർ എന്നോട് കുറച്ചു കഴിയുമ്പോൾ അമ്മ ചോദിക്കും, ഇസ് ഇറ്റ് യു ഓർ ജയന്തി എന്ന് ചോദിക്കും. എന്ന് ചോദിക്കും. കാര്യം ജയന്തി ചീത്ത പറയുന്നു അല്ലെങ്കിൽ കരയുന്നു, ഷൗട്ട് ചെയ്യുന്നു, ഇതൊക്കെ ഇവർ കാണുന്നതാണ്. ആരാധകരായ പുരുഷന്മാരുണ്ട്? ഉണ്ട്.
ഉണ്ട്. പ്രൊഫസർ ജയന്തിക്ക് ശരത്തിനൊരു കുശുമുണ്ടാകാറുണ്ടോ? ഇല്ല, ശരത്തേട്ടൻ ഇസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ. അങ്ങനത്തെ കുശുമ്പില്ല. ആശയെ വിളിച്ചിട്ട് ആശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞൊരു പുരുഷൻ പറയുമ്പോൾ ശരത്ത് എന്താ വിചാരിക്കും? ഇല്ല, അതൊരു അപ്രീസിയേഷൻ ആയിട്ടേ വിചാരിക്കാറുള്ളൂ. ഓ, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത്. സാധാരണഗതിയിൽ മിനി സ്ക്രീനിൽ തിളങ്ങുന്ന ആൾക്കാർക്ക് ബിഗ് സ്ക്രീനിൽ സ്ഥാനം കിട്ടാറില്ല എന്തോ ഒരു ധാരണ അല്ലെങ്കിൽ ധാരണ പെശക് നമ്മുടെ സമൂഹത്തിലുണ്ട്. സീരിയലായിപ്പോയി കഴിഞ്ഞാൽ സീരിയലിൽ അടിഞ്ഞു, സിനിമയിലേക്കില്ല. അപ്പൊ സീരിയലിൽ അഭിനയിക്കുന്നു എന്ന് അറിഞ്ഞാൽ തന്നെ സിനിമയിൽ കിട്ടാൻ ഉള്ള അയോഗ്യതയാണെന്ന് പറയുന്ന സീരിയൽ താരങ്ങളുണ്ട്. ഞാൻ തന്നെ ഒരുപാട് പേരോട് നിരന്തരം സംവദിക്കുന്നതാണ്. അവരെല്ലാം പറയുന്നത് വെച്ചാൽ സീരിയലിൽ അഭിനയിച്ച് പോയാൽ നമ്മൾക്ക് പണി കിട്ടും. പക്ഷെ ഈ ഒരു വ്യവസ്ഥാപിത നിയമത്തെ ആശാ ശരത്ത് പൊളിച്ചെഴുതി. ആശയ്ക്കതൊരു പ്രതിബന്ധമായിരുന്നില്ല. അല്ല, എനിക്കെന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനൊരു അനുഭവമില്ല. കുങ്കുമപ്പൂ വന്ന് ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് ശേഷം മുതൽ എനിക്ക് നല്ല ഡയറക്ടേഴ്സ്, നല്ല സിനിമകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരുന്നു. ഒരുപാട് നല്ല സംവിധായകർ നല്ല സിനിമയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ടൈം എനിക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ അതുപോലെ വെക്കേഷൻ ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യമുള്ളൂ അവർക്ക്. ആ സമയത്താണ് സിനിമകൾ എടുക്കുന്നത്. അപ്പോൾ സീരിയൽ അഭിനയിച്ചതുകൊണ്ട് സിനിമയിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ ഇല്ല. ഒരുപക്ഷെ ആശയുടെ ഒരു സിനിമയുടെ ശില്പിയായ ഒരാൾക്ക് സംസാരിക്കാൻ. ഞാൻ ആശയുടെ TV സീരിയലുകളിലുള്ള ആളാണ്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ പടത്തിനകത്ത് ഇതുപോലെ മോഹൻലാലിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. ആശൻ്റെ അടുത്ത് വന്ന് അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ കാണുന്ന ആശ എന്ന് പറയുന്നത് വളരെ സാരിയെല്ലാം ചുറ്റി സൽവാറും കമ്മീസെല്ലാം എടുത്തിട്ടുള്ള ഒരു വളരെ ഡിഗ്നിഫൈഡ് ലേഡി എന്നുള്ളതാണ് ഞാൻ ആശനെ എന്നും സങ്കല്പിച്ചിട്ടുള്ളതും ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കേട്ടു ആശ കുറച്ച് മോഡേണായിട്ട് പോലും അഭിനയിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതെല്ലാം. എന്താണ് അങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം? ഈസ് ഇറ്റ് ബിക്കോസ് യു ലൈക്ക് ഗ്ലാമർ സൈഡ് ഓർ ആസ് എൻ ആർട്ടിസ്റ്റ് യു ആർ റെഡി ടു ഡു എനി റോൾ? ഗുഡ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ചെയ്ത സിനിമയിൽ മോഡേൺ റോൾ എന്ന് പറയുന്നത് ഞാൻ വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. കഥാപാത്രം ബഡിയാണ്. അതൊരു കഥാപാത്രമാണ്, അതൊരു ഗ്ലാമർ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അതായത് ഞാൻ സാധാരണ എന്താ പറയാ ജീൻസും കുർത്തയും വരെ ധരിക്കുന്ന ഈ ഷർട്ട് ഞാൻ ധരിക്കാറില്ല. അത് മീനാക്ഷിയൊക്കെ ആദ്യമായിട്ടാണ് ധരിച്ചത്. കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടോ? അഹങ്കാരം ഇല്ല. പക്ഷേ ആശ ഒരു ബോൾ ക്യാരക്ടറാണ്. യെസ്. എല്ലാം മാനേജ് ചെയ്യുന്ന, ഒരുപാട് വൈരുദ്ധ്യങ്ങളെ അതിജീവിക്കുന്ന, പ്ലാൻ ചെയ്യുന്ന, കോറിയോഗ്രാഫി ചെയ്യുന്ന ഒരാളാണ്. നോക്കിയോ. ഹായ് ആശ് ചേച്ചി. എനിക്ക് ആശ് ചേച്ചിയോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇന്നത്തെ സ്ത്രീ, ദ വുമൺ ഓഫ് ടുഡേ, ബോൾഡ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, ഇതൊക്കെ ആശ് ചേച്ചിയാണ്. പക്ഷേ ചേച്ചി ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ വളരെ നല്ല രീതിയിൽ സക്സസ് ലഭിച്ച ഒരാളാണ്. ഹൗ ഡു യു മാനേജ്? ടയർഡ് ആവാറില്ലേ? രഞ്ജിനിയുടെ ചോദ്യമാണത്. ഇതൊക്കെ കൂടി എങ്ങനെ കൈകാര്യം ചെയ്തു പോകുന്നു? ഇല്ല, എല്ലാത്തിനും നമ്മൾ നമ്മളുടേതായിട്ടുള്ള സമയം മാറ്റിവെച്ചാൽ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. ഒരു സ്ത്രീക്ക് അവരവരുടേതായ കുടുംബം വേണം, ബാക്കിയെല്ലാം വേണം, ശരിയാണ്. പക്ഷെ അവരവരുടെ കാര്യങ്ങൾക്ക് കൂടി നമുക്ക് സമയം കണ്ടെത്തണം എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. നൃത്തം ആശയുടെ ജീവിതരേഖയാണ്, ഒരുപക്ഷെ ഓക്സിജനാണ്. ആശയെ ഈ രൂപത്തിൽ, ഈ ഭാവത്തിലൊക്കെ ഇരുത്തുന്നത് ഒരുപക്ഷെ നൃത്തമായിരിക്കാം. അതിലുള്ളൊരു കോൺസെൻട്രേഷൻ കുറയുന്നുണ്ടോ? ഇല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്നത് ഞാൻ പഠിപ്പിക്കുമ്പോഴും നൃത്തം ചെയ്യുമ്പോഴുമാണ്. ഈ മെഡിറ്റേഷൻ, യോഗ സമയത്ത് സാറ് പറയും ശവാസനത്തിൽ കിടന്നിട്ട് ഓം വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ. നമുക്ക് ഒരിക്കലും കോൺസെൻട്രേഷൻ ആ സമയത്ത് കിട്ടിയിട്ടില്ല ഇതുവരെ. ആശ, വളരെയധികം സന്തോഷം ഇത്രയും കാര്യങ്ങൾ സത്യസന്ധതയോടുകൂടി എന്ന് വിചാരിക്കുന്ന രീതിയിൽ പങ്കുവച്ചതിന്. എന്തായാലും പ്രേക്ഷകർക്ക് പ്രൊഫസർ ജയന്തിയെ, ആശ എന്ന കലാകാരിയെ, നർത്തകിയെ, അമ്മയെ, ഭാര്യയെ, മകളെ ഈ സംഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമായും സ്പഷ്ടമായും മനസ്സിലായി എന്നുള്ളൊരു തിരിച്ചറിവിൽ, ഒരു ആഗ്രഹത്തിൽ, പ്രതീക്ഷയിൽ ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.